ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഭിമാനപൂർവ്വം രാവിലെ 8 മണിക്ക് എഴുന്നേറ്റിട്ടും കണ്ണ് വിരിയാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയൊക്കെ ലേറ്റായിട്ട് തന്നെ കിടക്കുന്നത് കൊണ്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുന്നേൽക്കുന്നത് കൊണ്ടും ഉറക്കം ശരിയാവാത്തത് കൊണ്ടും രാവിലെ 8 മണിക്ക് എഴുന്നേറ്റിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. മമ്മി ഇന്നലെ വൈകുന്നേരം പോയി കേട്ടോ കോലഞ്ചേരിക്ക് തിരിച്ച്. ആൻഡ് വല്യമ്മയ്ക്ക് ഇപ്പോൾ ഓക്കെ ആയി വരുന്നു. സോഡിയം ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലായിട്ടുണ്ട്. പക്ഷേ ആൾക്ക് ഇപ്പോഴും ഭയങ്കര ക്ഷീണമാണ്. ഫുഡൊന്നും കഴിക്കുന്നില്ല മര്യാദയ്ക്ക്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്നിപ്പോൾ എഴുന്നേറ്റിട്ടില്ല ഈ സമയമായിട്ടും. രാത്രി ഈ പറഞ്ഞ പോലെ ഉറക്കം കിട്ടാത്തത് കൊണ്ട് രാവിലെ നല്ല വൈകിട്ടാണ് കേട്ടോ എഴുന്നേക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും. മമ്മി ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് അടുക്കളയിലത്തെ പണികൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. വല്യമ്മയുടെ കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ മമ്മി അങ്ങ് നോക്കുമായിരുന്നു. അങ്ങനെ 2 ദിവസം എനിക്കങ്ങ് ബ്രേക്ക് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം മമ്മി തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ രാവിലത്തേക്ക് ദോശയും ചട്നിയും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുളക് വറുത്തിട്ട് ഇങ്ങനെ പുളിയിലിട്ടിട്ട് ഇങ്ങനെ ശർക്കര പോലെ അച്ചാർ പോലെ പുളിയിഞ്ചി പോലത്തെ അങ്ങനത്തെ അച്ചാറില്ലേ, അതേപോലെ ഉണ്ടാക്കുന്നത് വലിയ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പാത്രങ്ങളെ പിടപ്പിക്കാനോ ഒച്ച ഉണ്ടാക്കാനൊന്നും നിന്നില്ല. ഞാൻ നേരെ പുളി അങ്ങ് വെള്ളത്തിലിടുകയാണ് ചെയ്തത്. കാര്യം ഇവിടെ തട്ടും മുട്ടും കേട്ടാൽ വലിയമ്മ എഴുന്നേക്കും. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഉറക്കം കളയണ്ട, വലിയമ്മ എഴുന്നേറ്റിട്ട് പണി തുടങ്ങാം. ദോശയ്ക്ക് ഉണ്ടാക്കലും ചട്നി ഉണ്ടാക്കലും മാത്രം മതിയല്ലോ, അത് ചായ കൊടുത്തിട്ടുള്ള ഗ്യാപ്പിൽ എനിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ പണിക്കൊന്നും നിന്നില്ല. പിന്നെ പുളി കുതിരാൻ ഇത്തിരി ടൈം വേണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോയി തിരിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വലിയമ്മ എഴുന്നേറ്റു കേട്ടോ. അപ്പം ഞാൻ പോയി ചോദിച്ചു എങ്ങനെയുണ്ട്, എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എപ്പോഴും അതെ, പുള്ളിക്കാരിക്ക് അത് അറിഞ്ഞൂടാ, എങ്ങനെയാണ്, കുറവുണ്ടോ, ക്ഷീണം കുറവുണ്ടോ, അതൊന്നും പുള്ളിക്കാരിക്ക് അറിയുന്നില്ലെന്നാണ് എപ്പോഴും പറയാറ്. അതേപോലെ തന്നെയാണ് ഇന്നും പറഞ്ഞത്. പിന്നെ ഞാൻ വലിയമ്മീനെ അവിടെ ഫ്രഷ് ആവാനൊക്കെ വിട്ടിട്ട് ഞാൻ വന്നിട്ട് അടുക്കളയിലത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഉച്ചത്തേക്ക് ക്യാരറ്റ് തോരനും പിന്നെ പുളിയും മുളകും ഞാൻ പറഞ്ഞില്ലേ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ആക്ച്വലി പിറ്റേ ദിവസം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് തലേ ദിവസം തന്നെ ഒരു ധാരണ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് വെക്കും. ഇന്നിപ്പോൾ ഉച്ചത്തേക്ക് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചിമാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പുളി ഈ മുളക് വറുത്തിട്ടുള്ള സാധനം, അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ മുളകൊക്കെ ഞെട്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലേക്ക് തന്നെ. എന്നിട്ട് ഞാനതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കീറിയിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഇങ്ങനെ നടുവേ ഇങ്ങനെ കീറി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആദ്യം തന്നെ അതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുന്നൊന്ന് കുറുകി വന്നാലാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഈ കീറി വെച്ചേക്കുന്ന മുളകും ഇട്ടിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അത് അവിടെ കിടന്ന് വറവുന്ന സമയം കൊണ്ട് അടുപ്പത്തോട്ട് വെച്ച സമയം കൊണ്ട് വലിയമ്മി ഫ്രഷനായിട്ട് വന്നു. അപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക ഞാനങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിവിടെ നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ പെയ്യുന്നുണ്ട്. രാത്രി ഫുൾ മഴയായിരുന്നു. അപ്പോൾ ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു ഇവിടെ ഷീറ്റിൻ്റെ മുകളിൽ ഒക്കെ വെള്ളം വീഴുന്നത്. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ രാത്രിയൊക്കെ. ഈ മുളക് ആക്ച്വലി നല്ലോണം വറന്ന് അങ്ങനെ വരണം. എനിക്ക് കീരാൻ ശബ്ദം കേൾക്കില്ലേ, ആ രീതിയിൽ വറന്ന് വരണം. അപ്പം ഞാനത് മറ്റേ അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇപ്പുറത്ത് വലിയമ്മയ്ക്കുള്ള ചായ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും അതങ്ങ് വറന്ന് വരും. പിന്നെ നമ്മൾ പുളി ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് അതങ്ങ് പിഴിഞ്ഞ് ശർക്കരയും തേർത്തങ്ങ് എടുക്കേണ്ട ആവശ്യമുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വലിയമ്മയ്ക്ക് ചായ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ഗ്യാപ്പിൽ അതങ്ങ് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചായ കൊടുത്തിട്ട് ഞാൻ പുളിവെള്ളം അങ്ങ് ഒഴിച്ചു. പുളിവെള്ളം കണ്ട് ഈ മുളക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ശരിക്കും വറന്ന് തന്നെ വെള്ളം പോയിട്ട് 1-2 ഭാഗമൊക്കെയാണ് അങ്ങനെ വറവാതെ നിൽക്കുകയുള്ളൂ, പച്ചയായിട്ട് തന്നെ. എന്നിട്ട് ഞാൻ ക്യാരറ്റ് തോരേണ്ട സാധനങ്ങളാണ് ഈ ചോപ്പിംഗ് ബോർഡിൽ ഇരിക്കുന്നത്. ക്യാരറ്റ് മറ്റേ ചോപ്പറിലില്ലേ, മറ്റേ വലിക്കുന്ന ചോപ്പർ ത്രെഡിൻ്റെ, അതിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സവോളയും പച്ചമുളകും ഇങ്ങനെ നീളത്തിലരിയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് ഞാനിതിലോട്ട് ശർക്കര പൊടിച്ചതിരിപ്പുണ്ടായിരുന്നു, പൊടിച്ച ശർക്കര. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര വെറുതെ ചീകി ഇട്ടാലും മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വറ്റിയെടുത്താൽ സാധനം റെഡിയാണ്. കുറച്ച് ഇരിക്കുമ്പോഴാണ് ശരിയാവുള്ളൂ. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ക്യാരറ്റ് തോരൻ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം എപ്പോഴും ഇങ്ങനത്തെ തോരൻ ഐറ്റംസ് മെഴുക്കുവരട്ടി ഐറ്റംസ് എന്ത് വയ്ക്കുകയാണെങ്കിലും ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ മുളകൊന്ന് പൊട്ടിച്ചെടുക്കും. എന്നിട്ട് ഞാൻ ക്യാരറ്റ് തോരന് സവോള ഇടും കേട്ടോ. ഇത് സ്മിതി ആൻറ്റിയുടെ റെസിപ്പിയാണ്, അതായത് എൻ്റെ ഡാഡിയുടെ അനിയൻ്റെ വൈഫ് സ്മിതി ആൻറ്റിയുടെ റെസിപ്പിയാണ്. ഇങ്ങനെ അവരവിടെ കാന്താരി മുളകാണ് ഇടുക കേട്ടോ ഈ തോരനൊക്കെ. പക്ഷേ എൻ്റെ അടുത്ത് കാന്താരി മുളക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ സവോളയും വഴറ്റാൻ വെച്ചിട്ട് ഞാൻ ദോശയ്ക്കുള്ള ചമ്മന്തി അല്ല കേട്ടോ, ചമ്മന്തി എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളതല്ലേ, ഇത് ഇത്തിരി ലൂസാണ്. അപ്പോൾ ചട്നി അങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറുതെ തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, കുഞ്ഞുള്ളി
വെളുത്തുള്ളി. എന്നിട്ട് ചട്നി അരയ്ക്കുന്ന ഗ്യാപ്പിൽ സവോള ഇട്ടത് നന്നായിട്ടങ്ങ് വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ചട്ടിയിൽ ക്യാരറ്റ് തോരനുള്ളത്. എന്നിട്ട് അതിലോട്ട് ക്യാരറ്റ് ഇതേപോലെ ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങ് തട്ടി പൊത്തി വെച്ചാൽ മതി. ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്, അപ്പോൾ പെട്ടെന്നായി കിട്ടും. അതേപോലെ ഞാനിതിൽ ഇങ്ങനത്തെ തോരൻ ഐറ്റംസ് എന്തുണ്ടാക്കിയാലും ഞാൻ വെള്ളം ഒഴിക്കില്ല കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഇത് ഇരുമ്പാണ്, പിന്നെ ഇത് അടിയിലും പിടിക്കില്ല, പാസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ശരിയായപ്പോഴേക്കും ഞാനതെടുത്ത് മാറ്റി വെച്ചു. ഇത് പെട്ടെന്നാവട്ടോ. പ്രത്യേകിച്ച് തോരൻ ഐറ്റംസ് ഇതേപോലെ പകുതി വേവാകുമ്പോൾ, അതായത് ഫുള്ളായിട്ട് അങ്ങ് വേവാൻ നിൽക്കരുത്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കുന്നിടത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കുമ്പോൾ പകുതി വേവാകുമ്പോൾ ഇതേപോലെ അങ്ങ് അടച്ച് മാറ്റി വെച്ചാൽ ബാക്കി അതിലിരുന്ന് വെന്തോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ദോശ അങ്ങ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം ഇതേപോലെ ഞാൻ എല്ലാം നന്നാക്കി വെക്കും, ഏകദേശം രൂപം കിട്ടിയാൽ. അപ്പോൾ ഞാൻ ഇഞ്ചി കുഞ്ഞുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മിക്സിയിലോട്ട് ഇട്ടിട്ട് തേങ്ങയും മറ്റേ പച്ചമുളക് ഉപ്പും ഇട്ടിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മാത്രം മതി. ആ ഒരു ഗ്യാപ്പ് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയമ്മയ്ക്ക് ചായ കൊടുത്ത് കിട്ടുന്ന ഗ്യാപ്പ് കൊണ്ട് എനിക്കിതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ എനിക്ക് വൈകി എഴുന്നേറ്റതിൻ്റെയും രാത്രി ഉറക്കം ശരിയാവാത്തതിൻ്റെയും നന്നായിട്ട് കുക്കിങ്ങിൽ കാണുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ആ ഒരു ഫ്ലോ അങ്ങ് കിട്ടിയില്ലായിരുന്നു. പിന്നെ ചട്നിയിലോട്ട് ഞാനങ്ങ് വറുത്തിടുകയാണ് ചെയ്യാറ്. ചട്നി പിന്നെ ചൂടാക്കില്ല കേട്ടോ. അങ്ങനെ അരച്ചതിലോട്ട് വറവിട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കും. ശരിക്കും ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കരുതെന്നാണ്, പക്ഷേ വലിയമ്മി ഇത് ചൂടുണ്ടെങ്കിലേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വറവിൻ്റെ ചൂട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇളക്കുന്നത്. എന്നിട്ട് ഞാൻ ഇഞ്ചിമാങ്ങ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളും ഇതേപോലെ മിക്സിയിലിട്ടങ്ങ് അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കിച്ചൺ ഒരു മെസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റത് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് പോകും. അപ്പോൾ എനിക്ക് അവസാനം ഇങ്ങനെ മെസ്സായിട്ട് കിച്ചൺ കാണേണ്ടി വരില്ല. പിന്നെ ഏകദേശം ഇങ്ങനെ പണികളൊക്കെ അപ്പം തീർന്നു പോകും. പക്ഷേ ഇത് എനിക്കിങ്ങനെ ഉറക്കം കൂടെ ശരിയാവാത്തതുകൊണ്ട് എനിക്ക് ആകെ ഒരു ലക്കില്ലാണ്ടാണ് ഞാൻ അടുക്കളയിൽ നിന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുക്കണം. എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ തീർന്നു കേട്ടോ. തോരനുണ്ടാക്കി, ചമ്മന്തി അരച്ചു, ചട്നിയും ദോശയും ഒക്കെ റെഡിയാണ്. പിന്നെ വലിയമ്മ ഒരു ദോശയാണ് ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ദോശയും ചുട്ട് കൊടുത്തു. എന്നിട്ട് എനിക്ക് വേണ്ട 2 ദോശയും കൂടെ ഞാൻ ചുട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കഴുകാനുള്ളതൊക്കെ അങ്ങ് കഴുകി കിച്ചൺ അങ്ങ് വൃത്തിയാക്കിയാൽ പിന്നെ നമ്മൾ കഴിച്ച പാത്രങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയമ്മ കഴിച്ച് തീരുന്ന ഗ്യാപ്പ് കൊണ്ട് എനിക്കിത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഗോള്. ആ പാത്രത്തിലിരിക്കുന്നത് തേങ്ങ ചിരവിയതാണ് കേട്ടോ. ഞാനിങ്ങനെ ഒന്നെങ്കിൽ സമയം കിട്ടുമ്പോൾ ചിരണ്ടി വെക്കും, അല്ലെങ്കിൽ മമ്മി കോലഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ ചിരകിയത്. അപ്പോൾ ഞാൻ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ ഫ്രീസറിൽ വെക്കും. അപ്പോൾ ആവശ്യത്തിന് എടുക്കാം. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് വലിയമ്മയ്ക്കുള്ള വെള്ളം ഞാൻ വെച്ചില്ല എന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചു. അപ്പോഴേക്കും വലിയമ്മയുടെ ഫോൺ അടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് വില്യമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. വില്യമ്മ ഏകദേശം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ചട്നി തൊട്ടിട്ടില്ല, പഞ്ചസാര കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കൊടുത്തത്. റീബി ആൻറ്റി ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കണം കേട്ടോ. റീബി ആൻറ്റി എന്ന് പറഞ്ഞാൽ അപ്പച്ചിയുടെ ചേട്ടൻ്റെ ഇളയ മോളാണ്. അങ്ങനെ അതൊക്കെ പിന്നെ ആ പ്ലേറ്റും കൂടി എടുത്തിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. ദോശക്കല്ല് ഞാൻ കഴുകില്ല. ദോശക്കല്ല് ഞാൻ നല്ലെണ്ണയാണ് ഞാൻ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് പുരട്ടിയിട്ട് അങ്ങ് വെക്കുകയുള്ളൂ. ഞാൻ ദോശക്കല്ല് കഴുകാറില്ല. ശരിക്കും ദോശക്കല്ല് കഴുകരുതെന്നാണ്. എൻ്റെ ദോശക്കല്ല് ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് കേട്ടോ, മറ്റേ നോൺ സ്റ്റിക്ക് അല്ല. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നിങ്ങൾ കഴുകണം. എൻ്റെ ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് എനിക്ക് കഴുകേണ്ട ഒരു പരിപാടി വരുന്നില്ല. വെള്ളം തട്ടാതെ നന്നായി ചൂടാക്കിയിട്ട് അതിൽ നല്ലെണ്ണ പുരട്ടിയിട്ട് അങ്ങോട്ട് വെച്ചാൽ തുരുമ്പ് പിടിക്കുകയുമില്ല. ദോശ ഇതേപോലെ ഒട്ടി പിടിക്കുകയില്ല. നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. വലിയമ്മയ്ക്ക് ഞാൻ മരുന്നൊക്കെ മേശപ്പുറത്ത് എടുത്തുകൊണ്ട് വെച്ചിട്ട് അതൊക്കെ കഴിച്ചിട്ട് പുള്ളിക്കാരി പോയി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പാത്രം കൂടെ കഴുകി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങ് ഫുഡ് കഴിക്കാൻ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ കിച്ചൺ നല്ല വൃത്തി കണ്ടോ. ഞാൻ ദോശക്കല്ല് കഴുകില്ല, അത് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. ഞാൻ ദോശയും ചട്നിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ചട്നി വലിയമ്മ തൊട്ടിട്ടില്ല കേട്ടോ, ഒരു തുള്ളി പോലും തൊട്ടിട്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ അരിയും അങ്ങിട്ടിട്ട് അങ്ങ് ഓഫ് ചെയ്തു. അരി ഞാൻ ആദ്യമേ ഇട്ടു ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും അത് ഓഫ് ചെയ്തു. ഞാനിപ്പോൾ ചായ കുടിച്ചെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചു, ചായ ഉണ്ടാക്കിയില്ല. വലിയമ്മയ്ക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ ചോദിച്ചു. അപ്പം മമ്മി ഉണ്ടായിരുന്നു. മമ്മി ഇന്നലെ വൈകുന്നേരമാണ് പോയത്. ഞാൻ മമ്മി ഉണ്ടായിരുന്ന സമയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ദോശയും സാമ്പാറും മതി നാളെ. ഇന്നലെ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയത്, അപ്പോൾ അത് മടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പാർ മതി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അപ്പോൾ അത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറിനുള്ളത്. പച്ചടി മതി, വെള്ളരിക്ക പച്ചടി എന്ന് പറഞ്ഞിട്ട്. ഉച്ചയ്ക്ക് അപ്പം അങ്ങനെ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഡിസിഷൻ മാറ്റി. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്നാൽ പിന്നെ ഇഞ്ചിമാങ്ങ ഇരിപ്പുണ്ട് അന്ന് കുഴിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇഞ്ചിമാങ്ങ ചമ്മന്തിയും ക്യാരറ്റ് തോരനും വെക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വൈകുന്നേരം അതൊക്കെ ക്ലീൻ ചെയ്ത് രാവിലെ ആയപ്പോൾ ദോശയും മറ്റേ പഞ്ചസാരയും മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എന്നാൽ പിന്നെ ചട്നി ആക്കിയാലോ എന്ന് പറഞ്ഞ് ചട്നി ഉണ്ടാക്കി. ഉച്ചത്തേക്ക് ഇഞ്ചിമാങ്ങ ചമ്മന്തിയും ക്യാരറ്റ് തോരൻ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ പുളിയും മുളക് വറുത്തിട്ട് പുളിയും ശർക്കരയും കായൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു അച്ചാർ പോലെയാണ് അത് ആക്ച്വലി. അത് ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അരി ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കഞ്ഞിവെള്ളം കൊടുക്കണം. ഭയങ്കര ക്ഷീണം മാറുന്നില്ല. എന്നാലും ഇന്നും ഉറങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ
രാവിലെ ഞാനിങ്ങനെ എഴുന്നേൽക്കുകയാണെങ്കിൽ എഴുന്നേറ്റോട്ടെ എന്നുള്ള രീതിയിൽ, അതുവരെ ഞാനിങ്ങനെ ഒച്ചൊന്നും ഉണ്ടാക്കാതെ 9 മണി ആയപ്പോഴാണ് എഴുന്നേറ്റത് വലിയമ്മ. അതുവരെ ഞാനും പിന്നെ കിടക്കുന്നത്. എനിക്കും ഇങ്ങനെ അവിടെ എന്തെങ്കിലും ഒന്നാമത് വലിയമ്മയുടെ മുകളിൽ എനിക്ക് കിടക്കാൻ പറ്റില്ല, കാരണം വലിയമ്മ ഫാൻ ഇടില്ല. അപ്പോൾ എനിക്ക് പിന്നെ കൊതുണ്ട്, ഫാൻ ഇടാണ്ട് എനിക്ക് ഒട്ടും, എനിക്ക് എത്ര തണുപ്പാണെങ്കിലും ഫാനും വേണം, എന്നിട്ട് പുതച്ച് കിടക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് ശ്വാസം കിട്ടുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വാതിൽ വന്നിട്ട് എൻ്റെ മുറി കിടക്കും, വലിയമ്മയുടെ മുറി കിടക്കും. അപ്പോൾ എന്തെങ്കിലും അനക്കം കേൾക്കുമ്പോൾ ഞാൻ എഴുന്നേക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് ഉറക്കം ശരിയായില്ല. വലിയമ്മ ഒരു 3 മണി ആയപ്പോഴാണ് ഉറങ്ങിയത് മര്യാദയ്ക്ക്. അപ്പോൾ അതുവരെ ഞാനും ഇങ്ങനെ ഇതാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് ഉറക്കം ശരിയായില്ല. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇതുവരെ ഗേറ്റ് തുറന്നില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് ഇതുവരെ ഞാൻ ഗേറ്റ് ഞാൻ തുറന്നിട്ടില്ല, കണ്ടോ, കൂട്ടിയേക്കാണ്. ബിക്കോസ് ഇനി ആരെങ്കിലും വന്ന് ചിലപ്പോൾ ഗേറ്റ് ഇങ്ങനെ ലാച്ച് മറ്റേ മുകളത്തെ സാധനമില്ലേ അത് മാത്രം ഇട്ട് കിടന്നാൽ ആരെങ്കിലും വന്നാൽ കോളിംഗ് ബെൽ അടിച്ചാലേ ചിലപ്പോൾ ഞാൻ അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ തട്ടുകയാണെങ്കിൽ എനിക്ക് കേൾക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ വലിയ മീൻ ഉറങ്ങി പോവുകയാണെങ്കിൽ കോളിംഗ് ബെൽ അടിച്ചാൽ എഴുന്നേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗേറ്റ് തുറന്നിട്ടില്ല, താഴെ ഇട്ടിട്ട് അങ്ങനെ ആക്കിയിരിക്കുകയാണ്, തുറന്നിട്ടില്ല. അപ്പോൾ ആരെങ്കിലും മുട്ട വെച്ചാൽ എനിക്ക് ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോയിട്ട് ചോദിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഇവിടെ കോളിംബെല്ലടിച്ച് ഇങ്ങനെ ഉറങ്ങിപ്പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഭയങ്കര ക്ഷീണം, ഒന്നും വേണ്ട, കഴിക്കണില്ല. ഇനി ഉച്ചയ്ക്കത്തെ കാര്യം എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചമ്മന്തിയും തോരനും മറ്റേ അച്ചാർ പോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് മാങ്ങ മേടിച്ചിട്ടുണ്ട്, കട്ട് മാങ്കോ മേടിച്ചിട്ടുണ്ട്, നാരങ്ങ അച്ചാർ മേടിച്ചിട്ടുണ്ട്. പിന്നെ തങ്കാൻറ്റിയുടെ അച്ചാർ വന്ന് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നു. അങ്ങനെ 4-5 കൂട്ടം അച്ചാർ ഇരിപ്പുണ്ട്. പിന്നെ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്, കൊണ്ടാട്ടമുളക് ഉണ്ടാക്കിയിട്ടുണ്ട്. കൊണ്ടാട്ടമുളക് വലിയ അങ്ങനെ കൂട്ടൂല, സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൂട്ടുള്ളൂ. അപ്പോൾ സാമ്പാറിൻ്റെ മണ്ണം കേട്ടൂടാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ നാളത്തേക്ക് എന്തെങ്കിലും നോക്കണം. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് കൂട്ടാമെന്ന് വിചാരിച്ചു. കാര്യം എനിക്കും ഭയങ്കര എന്താ പറയുക, ഈ ഉറക്കം കൂടി ശരിയാവാഞ്ഞിട്ട് എനിക്കും ഭയങ്കര ഉണ്ടോ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ വെച്ച് കുളിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ കുളിച്ചാൽ ചിലപ്പോൾ ഞാൻ എനിക്ക് ഉറക്കം അങ്ങോട്ട് പോകും. എനിക്ക് ഉറക്കം പോയില്ലെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ അടുക്കള കണ്ടില്ലേ, ഞാൻ സാധാരണ ഭയങ്കര ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നീറ്റായിട്ട് കുക്ക് ചെയ്യുന്ന കൂട്ടത്തില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഉറക്കം കൂടി ശരിയാവാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ മാനേജ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ, 11:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ, എനിക്ക് വേറെ ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ, അല്ലെങ്കിൽ സിനിമ ഇരുന്ന് കാണാം. മറ്റേ ബാലൻ ഞാൻ കണ്ടു കേട്ടോ, ബാലൻ കുഴപ്പമില്ല, നല്ലതാണ്. ഇത് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സിനിമ ഇരുന്ന് കാണും. പിന്നെ ഏതായിരുന്നു, വിഡോസ് ബേ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഇന്നലെ രാത്രിയിൽ. അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എഴുന്നേക്കും പിന്നെ ഞാൻ കുറച്ചേരം സീരിയസ് ആണ്. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ അത് കാണും, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. പിന്നെ ഞാൻ സിനിമ കാണുന്നതിനിടയ്ക്ക് അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയായപ്പോൾ വന്നിട്ട് വലിയമ്മയ്ക്കുള്ള കഞ്ഞി അങ്ങ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. വലിയമ്മയ്ക്ക് ചൂട് വേണം. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒത്തിരി ചോറും കൂടി ഇട്ട് ഇത്തിരി വെള്ളവും കൂടെ ഒഴിപ്പിച്ചിട്ട് നേർപ്പിച്ചിട്ട് കഞ്ഞിയായിട്ട് അങ്ങ് തിളപ്പിച്ച് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. വലിയമ്മയ്ക്ക് നല്ല ചൂട് വേണം കേട്ടോ. ഇതിനിടയ്ക്ക് ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ വന്ന് കുറച്ച് കഞ്ഞിവെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് അങ്ങ് വിളമ്പിട്ടോ. ആ ഇഞ്ചി മാങ്ങ ചമ്മന്തി മാത്രം കൂട്ടിയിട്ടാണ് ആ കഞ്ഞി കുടിച്ചത്. അതും അതിൽ പകുതി തന്നെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് തോരൻ കൂട്ടിയില്ല. ആ മുളകും പുളിയൊക്കെ വലിയമ്മ കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ സോഡിയം കുറഞ്ഞിട്ട് ഡയറിയ പോലെയൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ആളാകെ ക്ഷീണിച്ചു. പിന്നെ ഒന്നും കഴിക്കാൻ വേണ്ട, വായിക്കൊരു ചൊവയില്ല, ഭയങ്കര കയ്പ്പാന്ന് പറഞ്ഞേക്കുക. അപ്പോൾ ഞാനിവിടെ മിഠായി മേടിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല. ആ ഇഞ്ചി മാങ്ങ ചമ്മന്തി മാത്രം ഇച്ചിരി എടുത്തിട്ട് കൂട്ടിയിട്ടാണ് കഞ്ഞി കുടിക്കണേ. എന്നിട്ട് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത്, എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. ഞാൻ ഈ കഞ്ഞി വെള്ളത്തിൽ അച്ചാർ, ചമ്മന്തി അങ്ങനെയൊക്കെ കലക്കി ഇച്ചിരി ഉപ്പിട്ടിട്ട് കുടിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളിൽ ആരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് മാത്രമുള്ളൂ ഈ വട്ടൊന്നും എനിക്കറിയില്ല. എന്നും ഞാൻ അങ്ങനെ ചെയ്യില്ല. പക്ഷെ നല്ല ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോഴും നല്ല അച്ചാറുള്ളപ്പോഴും ഞാൻ ഇതേപോലെ കഞ്ഞിവെള്ളത്തിൽ ഒരു വറ്റുപോലും എടുക്കാതെ കഞ്ഞിവെള്ളത്തിൽ മാത്രം ഇതിങ്ങനെ കലക്കിയിട്ട് ഇതും കുടിക്കൂട്ടോ. അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നല്ല മഴ വീണു. ഇവിടെ നിന്നിപ്പോൾ പകല് തുമ്മിയാണ് കേട്ടോ മഴ പെയ്യുന്നത്. അതായത് കുറച്ച് മഴ പെയ്യും, പിന്നെ കുറച്ച് വെയിലാവും. പ്രതീക്ഷിക്കാത്ത സമയത്ത് പിന്നെയും മഴ പെയ്യും, പിന്നെയും വെയിലാവും കേട്ടോ. ഇതിപ്പോൾ ഉച്ചയായതുകൊണ്ട് മറ്റേ ITCയിലെ പിള്ളേരൊക്കെ ഇങ്ങനെ ലഞ്ച് ബ്രേക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു. എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതും കൂടെ കഴുകുകയാണെങ്കിൽ പിന്നെ കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന്. അപ്പോൾ സമാധാനം കിട്ടാൻ പാത്രം കഴുകുന്നതിന് മുന്നേ എനിക്ക് ആദ്യം ഈ ബാസ്ക്കറ്റ് അങ്ങ് കാലിയാക്കണം, എന്നാലാണ് എനിക്ക് കഴുകിയ പാത്രങ്ങൾ പിന്നെ വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആദ്യം ബാസ്ക്കറ്റ് അങ്ങ് കാലിയാക്കുവാണ് കേട്ടോ. അല്ല, കാലിയാക്കുവാണ്, കഴുകുമല്ല. ആ ചോപ്പറൊക്കെ ഞാൻ അപ്പുറത്ത് കൊണ്ട് വെക്കുകയാണ് ചെയ്യണേ. എന്നിട്ട് ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ, അതായത് രാവിലെ കഴിച്ച പാത്രം, പിന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ വലിയമ്മ കഴിച്ച പാത്രം, അങ്ങനെ കുഞ്ഞു പാത്രങ്ങൾ, പിന്നെ കുക്കറിൻ്റെ മൂടി. ഇത് വാഷറുള്ള മൂടിയാണ് കേട്ടോ ഇപ്പം ഞാൻ കഴുകുന്നത്. വാഷറില്ലാത്ത മൂടിയിലാണ് കുക്കർ ഇപ്പം അടച്ച് വെച്ചിരിക്കുന്നത്.
അങ്ങനെ അതൊക്കെ കഴുകി ഞാൻ ചെന്ന് നോക്കിയപ്പോൾ വലിയമ്മ ഇതേ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്നോട് പറയണത് എനിക്കൊന്നും തിന്നാൻ തോന്നുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള സങ്കടമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പയ്യെ പയ്യെ ഇത് മാറിക്കോളൂ എന്ന്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം സങ്കടമൊക്കെ കേട്ടിരുന്നിട്ട് ഞാൻ വന്ന് ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ ഞാൻ കറിയൊക്കെ കൊണ്ട് അങ്ങോട്ട് പോകാറാണ് പതിവ്. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എടുത്തിട്ട് പോകാമെന്ന്. അങ്ങനെ ഫുഡൊക്കെ എടുത്തിട്ട് ഞാൻ പോയി കഴിക്കാനിരുന്നു. ഞാൻ ഏതോ ഒരു ഷോർട്ട് ഫിലിം എന്തോ കണ്ടിട്ടാണ് കേട്ടോ ഇരുന്നത്. എന്നിട്ട് എനിക്കൊരു സീരീസ് കാണാനുണ്ട്. അതുകൊണ്ട് ഇത് മുളക് മാത്രം ബാക്കി വെച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. ബാക്കിയല്ല ഞാൻ തൂത്തുപടിച്ച് കഴിച്ചു. നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. ക്യാരറ്റ് തോരൻ, ഇഞ്ചി മാങ്ങ ചമ്മന്തി, പിന്നെ പുളിയും മുളകും കഴിഞ്ഞ് ഇത് ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ നല്ല കാറ്റ്. അപ്പം എന്നെ വലിയമ്മ വിളിച്ചിട്ട് പറഞ്ഞു, വലിയമ്മയുടെ മുറിയിലെ ജനല ഞാനിങ്ങനെ രാവിലെ തുറന്നിടും, എനിക്കിങ്ങനെ ജനല തുറന്നിടുന്നൊരു അസുഖമുണ്ട്. അപ്പോൾ ഈ മഴ പെയ്തിട്ട് ഭയങ്കര കാറ്റ്, അപ്പോൾ തണുപ്പ് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് കയറുന്നു. അതേപോലെ കാറ്റടിച്ചിട്ട് ഈ ജനലിങ്ങനെ അടയും എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അത് അടപ്പിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം പോയിട്ട് എന്തോ സീരീസ് കണ്ടിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വന്നിട്ട് വലിയമ്മയ്ക്ക് ചായയും ഏത്തപ്പഴവും പുഴുങ്ങി കൊടുത്തു. അതിൽ ഒരെണ്ണം ബാക്കി വെച്ചു കേട്ടോ. 2 പുഴുങ്ങി കൊടുത്തതിൽ ഒരെണ്ണം ബാക്കി വെച്ചു. നമ്മൾ അടുക്കളയിലിട്ട് വരുവാണെങ്കിൽ ഇവിടെ കഞ്ഞിവെള്ളം ഇത്തിരി ഇരിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നേർപ്പിച്ചിട്ട് കൊടുക്കണം. ഇത് ഇച്ചിരി കഞ്ഞിയാണ്. ചോറ് ഇരിപ്പുണ്ട്. പിന്നെ ക്യാരറ്റ് തോരനും മറ്റേ ഇഞ്ചി മാങ്ങ ചമ്മന്തി. അപ്പോൾ ഇത് രണ്ടും പുറത്തിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റണം. ഇനിയിപ്പോൾ രാത്രി ഇതിലേക്ക് എടുക്കണില്ല, പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചീത്തയായി പോവും. പുളി ചേർക്കണമല്ലേ, അപ്പോൾ ചീത്തയായി പോവും. അപ്പോൾ എനിക്കിത് അതൊന്ന് കുച്ചിപ്പാത്രത്തിലേക്ക് ആക്കിയിട്ട് കഴുകണം. പിന്നെ ഞാൻ വലിയമ്മയ്ക്ക് ചായ കൊടുത്തിട്ട് പാല് കുറച്ച് തിളപ്പിക്കാൻ വെച്ചു. ചോറ് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഞാൻ വെച്ചാൽ നാളെ പഴങ്കഞ്ഞി കുടിക്കാം. അപ്പോൾ ഈ തൈര് പഴങ്കഞ്ഞിയിലേക്ക് എടുക്കാം. അപ്പോൾ ഒഴിച്ച് വെക്കണം, എന്നാലാണ് അടുത്ത ദിവസത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നാളെ പഴങ്കഞ്ഞിയിലേക്ക് ചോറിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇത് ഫ്രിഡ്ജിലേക്ക് പോകാനുള്ളതാണ്. ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. പാല് ഇപ്പോൾ തിളപ്പിച്ച് വെച്ചോളൂ, ചൂടാറി കഴിയുമ്പോൾ ഇതാക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകേണ്ടത്. ഇത് പാൽ ഇത്തിരി ബാക്കി വന്നപ്പം പാലെടുത്തപ്പോൾ ഇത്തിരി ബാക്കി വന്നു പാത്രത്തിൽ. അപ്പം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് കലക്കി വെച്ചാണ്. അപ്പോൾ എനിക്ക് ചായ കുടിക്കുമ്പോൾ ഞാൻ ഈ പാലെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ട്. അതെൻ്റെ വെള്ളക്കുപ്പി ഉണ്ടോ, കഴുകാൻ വെച്ചതാണ്. പിന്നെ കുറച്ച് നേരം ഇരുന്ന് ന്യൂസ് കണ്ടു കേട്ടോ. വലിയമ്മ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ടി വി വെച്ച് കൊടുത്തു. വൈകുന്നേരം ഈ സമയത്താണ് ആകെ പുള്ളിക്കാർ ടി വി കാണുന്നത്. അതും ന്യൂസ് മാത്രമേ കാണുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇരുന്നിട്ട് പിന്നെ ക്ഷീണമായിട്ടോ, പിന്നെ പോയി കിടന്നു. ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഫോൺ ചാർജ് ഇട്ടിരിക്കുകയായിരുന്നു, ഒട്ടും ചാർജ് ഉണ്ടായില്ല. സോ ഞാൻ ഇത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ചോറുണ്ടായിരുന്നത്. ബാക്കി ഇത് കഞ്ഞി, താഴത്ത് കഞ്ഞിവെള്ളം, ക്യാരറ്റ് ചമ്മന്തി ഞാൻ നേരത്തെ കാണിച്ചത്. ഇതൊരു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. ഇത് ഒഴിക്കാനുള്ള തൈരാണ്. മറ്റേ ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി. പാത്രമൊക്കെ കഴുകി ഞാൻ എന്തേ അവസാനം എനിക്കൊരു ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല കടുപ്പത്തിൽ വേണം ചായ. ആൻഡ് ഇത് നോക്ക്, വെയിൽ എന്തൊരു വെയിലാ, നല്ല വെയിൽ ഇപ്പോൾ കണ്ടോ. എൻ്റെ അമ്മേ, നല്ല വെയിൽ. ഇതൊക്കെ ഒന്ന് ചാക്കിൽ കൊണ്ടിടണം. ഈ പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ ഒരുമിച്ചിടും, എന്നിട്ട് ഇവിടുന്ന് വേർതിരിച്ചിട്ടാണ് ഞാൻ അവിടെ കൊണ്ടിടുക കേട്ടോ. അത് ചെയ്യാണ്ട് ഞാൻ ചായ ഇട്ടു. ഇനി അത് ആറുന്ന വരെ ഞാൻ വിചാരിച്ചു കുറച്ച് സംസാരിക്കാമെന്ന്. വലിയമ്മ ഇപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് കാണാൻ പുള്ളിക്കാരി തീരുമാനിച്ചു എന്ന് വെച്ചാൽ കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞിട്ടല്ല, നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഇതേപോലെ ന്യൂസ് കാണാൻ അന്ന് രാത്രി ഭയങ്കര പിച്ചുമ്പയും മനസ്സിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ എനിക്കൊന്ന് മെയിൽ കഴുകണം, തല നനയ്ക്കണില്ല. എനിക്ക് ഉറക്കം ശരിയാവാത്തതുകൊണ്ട് എനിക്ക് ഉറക്കം പ്രോപ്പറായില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കത് ചായ ആറുന്നുണ്ടോയെന്ന് നോക്കണം. എനിക്ക് ചായ നന്നായിട്ട് ആറണം. ചായ എനിക്ക് ഒരു സാധനം ചൂടോടെ കഴിക്കാൻ പറ്റില്ല. എനിക്കെല്ലാം നന്നായിട്ട് ആറിയിട്ട്, എനിക്ക് തണുത്ത ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ കഴിച്ചിരിക്കും. പക്ഷെ എനിക്കങ്ങനെ ചൂട് എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, എനിക്ക് ഉറക്കം പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബാക്കിയൊന്നും തോന്നണില്ല. അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും കൊണ്ട് പുറത്തിടണം. എന്നിട്ട് ഞാൻ ഇത് വീട് തുടങ്ങി. ഞാൻ വീഡിയോ പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാതിരുന്നത് പാത്രം കഴുകണമെന്നും കിച്ചൺ ക്ലീൻ ചെയ്യണമെന്നൊന്നും, ബിക്കോസ് എൻ്റെ ഫോണിന് ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഉറങ്ങിപ്പോയില്ലോ. അപ്പോൾ അതിന് 4 എപ്പിസോഡും കൂടി ഉണ്ട്. ഭയങ്കര ത്രില്ലിംഗ് ആണ്. വിഡോസ് ബേ എന്നാണ് എൻ്റെ പേര്. ഞാൻ ഈ ത്രില്ലർ എല്ലാം ഇരുന്ന് കാണുന്ന ഒരാളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണുമായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഉറങ്ങിപ്പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കഴിയുമ്പോൾ രാത്രി ഇരുന്ന് അങ്ങനെ കാണാമെന്ന്. എന്നിട്ട് പിന്നെ അങ്ങ് ഉറങ്ങാമെന്ന്. 4 എപ്പിസോഡും കൂടി ഉള്ളൂ, പെട്ടെന്ന് തീരും. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ വീഡിയോ എടുക്കണില്ല. ഇനി വീഡിയോ എടുത്താൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിയും. അതേപോലെ എനിക്ക് എടുത്ത് കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന്. ഇനിയിപ്പോൾ കുളിക്കുക, സാമ്പ്രാണിയൊക്കെ ഒന്ന് കത്തിക്കുക, ഒന്ന് അടിച്ചെടുത്ത് തുടയ്ക്കണമെന്നൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ആവതില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് ചായ കുടിക്കണം. എനിക്ക് രാവിലെ ഞാൻ ചായ കുടിച്ചില്ല. എന്തായിരുന്നു, ഉറക്കം പോകുന്നുള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ചില്ല. അപ്പം എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആകെ സീനാണ്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രി തുറക്കം എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് വരെയൊക്കെ ഉറങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മിനിഞ്ഞാന്നൊക്കെ മമ്മി ഉണ്ടായിരുന്നു അവിടെ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ, അയ്യോ ഞാൻ ആകെ ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മേല് കഴുകുക, സാമ്പ്രാണി എത്തിക്കുക, വില്യമ്മ പോയി കിടക്കുക, പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടക്കുക, പിന്നെ കഞ്ഞി വില്യമ്മയ്ക്ക് കൊടുക്കുക. രാത്രിത്തേക്ക് ഞാനൊന്നും കഴിക്കുന്നില്ല. ഞാൻ പഴം പുഴുങ്ങിയത് 2 പുഴുങ്ങിയിട്ട് വില്യമ്മ ഒരെണ്ണേ കഴിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചു ഇപ്പോൾ. അപ്പോൾ ചോറ് ബാക്കി ഉണ്ടാവും. അപ്പോൾ നാളെ രാവിലെ പഴങ്കഞ്ഞി അങ്ങനെ വിചാരിക്കണം. അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ ഞാൻ തൊലി പൊളിച്ച് വെക്കണം. രാത്രിയിലേ വെക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റ് അങ്ങനെ അരിഞ്ഞിട്ടിട്ട് കിടക്കുമ്പോൾ. അപ്പം തലേദിവസം അങ്ങനെ കുഞ്ഞുള്ളി അരിഞ്ഞിട്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കണം. നല്ല ടേസ്റ്റ് അത്. ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോ ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ ഓക്കെ ആയി ബെറ്ററായി വരാൻ ടൈം എടുക്കും വില്യമ്മി. അപ്പോൾ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. സോ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ചായ കുടിക്കണം ഇനി. അയ്യോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.